ഇന്നത്തെ ഏറ്റവും വലിയ തമാശ തോന്നിയൊരു വാർത്ത ഇതായിരുന്നു. അയോധ്യ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയ സംഘപരിവാർ നേതാക്കൾക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെടുന്നൊരു വാർത്ത. ശബരിമലയിൽ കൊള്ള നടത്തിയ CPMകാർ അയോധ്യയിൽ കൊള്ള നടത്തിയ BJPക്കാരെ ഉപദേശിക്കുകയാണ്. എന്തു പറഞ്ഞാലും ശബരിമലയ്ക്ക് സമാനമാകുകയാണ് അയോധ്യ എന്ന് പറയാൻ വേണ്ടിയാണ് ഇതാദ്യം തന്നെ സൂചിപ്പിച്ചത്. അതിനേക്കാളും വലിയ തട്ടിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് പ്രതികളെ സർക്കാർ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവം തന്നെ കുറ്റവാളികളെ പൊക്കുന്നൊരു സ്ഥിതിയാണ് ശബരിമലയെപ്പോലെ അയോധ്യയിലും കാണാനാകുന്നത്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായവർ ജീവനക്കാർ മാത്രമാണെന്നും യഥാർത്ഥ കുറ്റവാളികളായ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായും ഉള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്. അന്വേഷണവും അറസ്റ്റും ജീവനക്കാരിലേക്ക് മാത്രമായി ഒതുക്കാൻ ശ്രമിക്കുകയാണ് BJP സർക്കാർ. പക്ഷേ ജനങ്ങൾ ഈ കള്ളക്കളിയെല്ലാം തിരിച്ചറിഞ്ഞതോടെ അതെല്ലാം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുകയാണ് UP സർക്കാരിനും അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന BJPക്കും. അമ്പലക്കള്ളന്മാർ എന്ന് പേര് വീണ് കഴിഞ്ഞു ഈ സംഘപരിവാർ നേതാക്കന്മാർക്ക്. RSSൻ്റെ ഏറ്റവും വലിയ നേതാവ് ചമ്പത് റായ് ആണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ എന്ന് വളരെ വ്യക്തമാകുന്ന തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അറസ്റ്റിലാവുകയും 30ഓളം തട്ടിപ്പ് കേസുകൾ അയാളുടെ പങ്ക് SIT അഥവാ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ RSS സംഘപരിവാർ നേതാക്കൾ നേരിട്ട് കോടികൾ കട്ടെടുത്ത യഥാർത്ഥ കഥ UPയിൽ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതോടെ ഇതിനെല്ലാം കൂട്ടുനിന്ന യോഗി ആദിത്യനാഥിനെയും BJPയെയും കെട്ടിക്കാനാണ് UPയിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം. അയോധ്യയെ തൊട്ടുകളിക്കാൻ ഒരു സർക്കാരും നിൽക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയിരിക്കെ അമ്പലം കൊള്ളയടിച്ചവരെ രക്ഷിക്കാൻ നിൽക്കുന്ന ഈ BJP സർക്കാരുകളുടെ കഥ കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ് സർക്കാരിനെതിരെ ഉയരുന്നു എന്നുറപ്പായതോടെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ട്രസ്റ്റ് അധികൃതർക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിന് പറയേണ്ടി വന്നത്. കൺട്രോൾ റൂം ഇൻചാർജ്, സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയ വ്യക്തികളുടെ പങ്ക് അന്വേഷിക്കുമെന്നാണ് SIT അറിയിച്ചിരിക്കുന്നത്. ട്രസ്റ്റിൻ്റെ അടുത്ത യോഗം 11-ാം തീയതി ചേരുമെന്നും BHP ഉപാധ്യക്ഷൻ ചമ്പത് റായിയുടെ ഡ്രൈവറും അറസ്റ്റിലായവരിൽ ഒരാളുമായ ടിന്നു യാദവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം പരിശോധിക്കുമെന്നുമൊക്കെ അവർ പറയുന്നു. ടിന്നു യാദവുമായി ബന്ധപ്പെട്ട് 30-ലേറെ പേർ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞു എന്നുള്ളതൊക്കെ വ്യക്തമാക്കുമ്പോഴും ഇവരെയെല്ലാം സംരക്ഷിക്കാൻ BJP പിന്നിലുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇവരുടെ വീടുകൾ, സ്വത്തുക്കൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം SIT ശേഖരിക്കുന്നുണ്ട്. ചമ്പത് റായ് ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇനിയും അവർ വാദിച്ചാൽ ജനങ്ങൾ ഇളകും എന്നുറപ്പായിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നാണ്. പ്രതികൾക്ക് വേണ്ടി ഹാജരാകില്ല. ഇനി എത്ര ഉന്നതരായാലും എത്ര ചെറിയ പ്രതികളായാലും ഒരു പ്രതികൾക്ക് വേണ്ടിയും ഹാജരാകില്ല എന്ന് അയോധ്യയിലെ അഭിഭാഷക സമൂഹം മുഴുവൻ അറിയിച്ചിരിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള കേസിലെ പ്രതികൾക്ക് അയോധ്യയിൽ നിന്ന് അഭിഭാഷകരുടെ സേവനം ലഭിക്കില്ല എന്നും പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടതില്ല എന്നുമാണ് അഭിഭാഷകരുടെ പൊതുവികാരമെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കള്ളന്മാർ ഇനി പുറം നാട്ടിൽ നിന്നും വക്കീലന്മാരെ കൊണ്ടുവരേണ്ടി വരും കേസ് വാദിക്കാൻ. ഇക്കാര്യത്തിൽ ഫൈസാബാദ് ബാർ അസോസിയേഷൻ അന്തിമ തീരുമാനമെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമായ അഭിഭാഷക സമൂഹം തന്നെ ആ സംഘപരിവാറിനെ കൈവിട്ടിരിക്കുകയാണ്. ആ അമ്പലക്കള്ളന്മാരെ കൈവിടാൻ BJPയും ഇനി തയ്യാറായില്ലെങ്കിൽ UPയിൽ 8 മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന UPയിൽ BJP ഭരണം പോകും. അല്ലെങ്കിൽ തന്നെ ശബരിമലയിൽ പ്രതികളെ വലിയ രീതിയിൽ സംരക്ഷിച്ച ഗവൺമെൻറ്റിന് കേരളത്തിൽ സംഭവിച്ചത് എന്താണോ അത് തന്നെയാണ് UPയിൽ യോഗി ആദിത്യനാഥിനും വരാൻ പോകുന്നത്. ഒരു കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അയോധ്യ ക്ഷേത്രത്തിലെ കൊള്ള തന്നെയാണ്. ആ അമ്പലക്കള്ളന്മാർ സംഘപരിവാർ നേതാക്കളാണെന്നതും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഒരു ഭരണമാറ്റം അത് UP ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു.